നമസ്കാരം. ഒരു മികച്ച ഭരണകൂടമുണ്ടെങ്കിൽ ജനങ്ങൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുമെന്ന കാര്യത്തിനുള്ള ഉത്തമ ഉദാഹരണമാണ് യുഎസിൽ നിന്നും നാടുകടത്തപ്പെട്ട ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇതിനുവേണ്ടി എടുത്ത നടപടികൾ ചരിത്ര സംഭവമായി മാറുമെന്ന് തീർച്ച. യുഎസിൽ നിന്ന് നാട് കടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ പനാമയിലെ ഒരു ഹോട്ടലിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുറത്തു വന്നിരുന്നു. ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഇന്ത്യക്കാരടക്കമുള്ളവർ സഹായത്തിനായി അപേക്ഷിക്കുന്ന ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഹോട്ടലിന്റെ ജനാലക്കരികിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇവർ സഹായത്തിനായി നിലവിളിച്ചത്. ഞങ്ങൾ സുരക്ഷിതരല്ലെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിഷയം കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്. പനാമയിലെ ഇന്ത്യൻ എംബസിയും സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം യുഎസിൽ നിന്ന് നാട് കടത്തി പനാമയിൽ എത്തിച്ച ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഭക്ഷണവും മരുന്നും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ യാത്രാ വിമാനങ്ങൾ അയക്കാനാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പദ്ധതിയിടുന്നത്. ഇതുകൂടാതെ എംബസി ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യക്കാരെ ബന്ധപ്പെടാനുള്ള അനുവാദവും ലഭിച്ചിട്ടുണ്ട്. വൈകാതെ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടെത്തി അവരുടെ അവസ്ഥ വിലയിരുത്താനും ആവശ്യമായ സഹായം നൽകാനും സാധിക്കും. അതേസമയം അനധികൃത കുടിയേറ്റക്കാരിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് എംബസി അധികൃതർ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. പനാമ സർക്കാരുമായി ചേർന്ന് ഇന്ത്യക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പനാമ, നിക്കരാഗ, കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് രേഖകളില്ലാത്ത 299 കുടിയേറ്റക്കാരെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പനാമയിലേക്ക് എത്തിച്ചത്. 171 പേർ മാത്രമാണ് തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ സമ്മതിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമില്ലാത്ത 100ഓളം പേരെ ഹോട്ടലിൽ നിന്ന് വളരെ അകലെ വനമേഖലയായ ഡാരിയൻ പ്രവിശ്യയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് പനാമ സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ രേഖകളില്ലാത്ത 332 ഇന്ത്യക്കാരെയാണ് യുഎസിൽ നിന്ന് സൈനിക വിമാനത്തിൽ നാട് കടത്തിയത്. ഇനിയും കൂടുതൽ ഇന്ത്യക്കാരെ നാട് കടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി യാത്രാ വിമാനങ്ങൾ അയക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ചർച്ചകൾ തുടങ്ങി. ഇതിനായി എയർ ഇന്ത്യ, യുഎസ് വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ് എന്നിവയുമായി വിദേശ മന്ത്രാലയത്തിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.